ഇന്നൊരു സാധാരണ ദിവസം മാത്രമായിരുന്നു. അപ്പൊ ദേ രാവിലെ തന്നെ മീനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തക്കാളിയും മുട്ടയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ തക്കാളി മുട്ടയും. ഇതാവുമ്പോൾ കാര്യം സിമ്പിളും ആണ്, വയറ് നന്നായിട്ട് നിറയുകയും ചെയ്യും. ചോറുണ്ണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പൊ അതേ പിള്ളേർക്കുള്ള മുട്ട ഇങ്ങനെ പുഴുങ്ങാൻ വെച്ചതിന് ശേഷം ഞാൻ ഇന്ന് രാവിലെ പുട്ടാണ് ട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോഴായ പിന്നെ ഞങ്ങൾ പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുക്കുറുനും ഇപ്പോൾ പുട്ട് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവനും കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നോക്കിയാൽ പോരല്ലോ, പിള്ളേരെ ഇഷ്ടങ്ങൾ നോക്കണ്ടേ. പുട്ട് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമല്ല, ഭാഗ്യത്തിന് എന്റെ മോന് പുട്ട് ഇഷ്ടമാണ്. അങ്ങനെ ദേ പുട്ടുണ്ടാക്കാനായിട്ട് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ ദേ നമ്മുടെ തക്കാളി ഒന്ന് വാടി വന്നപ്പോഴേക്കും നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചു വയ്ക്കാട്ടോ. മുട്ട അധികം ഇടരുത് കേട്ടോ, തക്കാളി ആയിരിക്കണം കൂടുതൽ നിൽക്കുക, എന്നാലാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരാം. അങ്ങനെ ദേ നമ്മുടെ പൊട്ടൊക്കെ ശരിയായിട്ടുണ്ട്. എന്റെ മോള് ദേ ചൂലൊക്കെ എടുത്ത് അടിക്കുന്നതുണ്ട്. വലുതാവുമ്പോ ഇങ്ങനെ ഉണ്ടായാൽ മതിയായിരുന്നു. ചെറുപ്പത്തിൽ നമുക്ക് പണിയെടുക്കാനൊക്കെ ഭയങ്കര ഉത്സാഹമായിരിക്കില്ലേ. അങ്ങനെ ദേ പിള്ളേർക്കും കൊടുത്തു, ഞാനും തിന്നട്ടോ. സുച്ചേട്ടൻ പുട്ട് തിന്നില്ല കേട്ടോ. അത്രേ ഉള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.